കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ശക്തനായ നേതാവാണ്. 70കളുടെ അവസാനത്തിൽ അദ്ദേഹം ഇത്രം പ്രായത്തിൽ നിൽക്കുന്ന അവസരത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അത്രം എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് ഇടതിലോ വലതിലോ BJPയിലോ ഇല്ലാത്ത സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും കാരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ അദ്ദേഹത്തെ മുണ്ടെടുത്ത മോഡി എന്ന് വിളിക്കുന്നത്. പല കാര്യങ്ങളിലും വ്യക്തമായ അദ്ദേഹത്തിൻ്റെ നടപടികളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ആരെയും ഭയക്കാതെയോ അദ്ദേഹം പറയുക തന്നെ ചെയ്യും. ഈ അടുത്ത കാലത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക ന്യൂനപക്ഷം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, സാമ്പത്തിക ലാഭം നേടുന്നു, മറ്റുള്ളവരെക്കാളും ഇതേപോലെ തന്നെ ഒരു പ്രസ്താവന അദ്ദേഹം മുൻകാലങ്ങളിലും നടത്തിയിരുന്നു. അന്ന് കേരളത്തിൻ്റെ വടക്ക് നിന്നുള്ളൊരു ആത്മീയ ആചാര്യൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരുടെയൊക്കെയോ ഒരു വിശുദ്ധനായ വ്യക്തിയുടെ മുടിയുണ്ട്, നഖമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് കേരളം ഒന്നാകെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, അങ്ങനെയുള്ളൊരു ഹ്യൂമൻ വേസ്റ്റും കൊണ്ട് എന്തിനാടോ താങ്കൾ ഈ വഴി നടക്കുന്നേ? നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ, ഞാൻ വ്യക്തിപരമായിട്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മൾ ആരുമല്ല. പക്ഷെ പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടും അതിൻ്റെ എതിരായിട്ട് ഒന്നും തന്നെ ആർക്കും പറയാനായിട്ടോ പ്രതികരിക്കാനായിട്ടുള്ള ശക്തിയില്ലാത്തത് പിണറായി വിജയൻ എന്ന നേതാവ് എത്ര ശക്തനാണ് എന്നുള്ളത് എടുത്തു കാണിക്കുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നതും അതും പാർട്ടിയിൽ തന്നെ വളരെ അധികം വിമർശനാത്മകമായ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ശക്തമായ നിലപാടുകളുണ്ട്. അദ്ദേഹം ഒട്ടും സംതൃപ്തനല്ല എന്ന് വേണം കരുതാനായിട്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചത് ഒരു പ്രീണന നയത്തിലേക്ക് പാർട്ടി പോകുന്നുവോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടി ചാനലായ കൈരളി ചാനൽ, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മെഗാസ്റ്റാർ, ഇദ്ദേഹം നമ്മൾ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പാർട്ടി എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നില്ല, അതല്ലെങ്കിൽ പാർട്ടിയുടെ അടിസ്ഥാന താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നില്ല. ഇത് ശ്രീ മമ്മൂട്ടിയുമായിട്ട് ശ്രീ പിണറായി വിജയനുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ പലപ്പോഴും പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ഇതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫാഷൻ ഷോ പോലെ ഒരു മാൾ മുതലാളിയുടെ കൂടെ കറങ്ങി നടക്കുന്നു. എന്നാൽ പാർട്ടിക്ക് വേണ്ടിയോ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അദ്ദേഹം ഒരു കാര്യം തന്നെ സംസാരിക്കുന്നില്ല. ആ ഒരു ചാനല് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. അതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വഖഫ് പോലെയുള്ള വിഷയങ്ങളിൽ മുനമ്പത്തും മറ്റുമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കൈരളി ചാനൽ മുന്നിൽ നിന്ന് നടത്താൻ സാധിച്ചില്ല? ഒപ്പം തന്നെ ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും പ്രതിസന്ധി ഘട്ടത്തിൽ പിണറായി വിജയനെ സഹായിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും, എന്നാൽ അതിലുപരിയായിട്ട് രാഷ്ട്രീയ നീക്കുപോക്കുകൾ നടത്തുന്ന ഒരു ദലാളായിട്ട് നടന്ന് സ്വന്തം സമുദായത്തെയും എല്ലാവരെയും ഒറ്റിക്കൊടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ ബ്രിട്ടാസ്. ഇവര് രണ്ടുപേരുടെയും പ്രവർത്തനത്തിൽ പിണറായി വിജയൻ ഇപ്പോൾ ഒട്ടും തന്നെ സംതൃപ്തനല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, പാർട്ടിയിലെ മറ്റു സമുദായങ്ങളോടുള്ള വിവേചനം, അതുമല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി MLA മാത്തായി ചാക്കോയെ ഒരു ഫ്യൂണറലായിട്ട് ബന്ധപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ. എന്നാൽ ഇപ്പുറത്ത് MM ലോറൻസിൻ്റെ മകള് പറഞ്ഞു അവരെ മതപരമായ ആചാരപ്രകാരം സംസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാടും അതിനെതിരെ. എന്നാൽ ചില സമുദായത്തോട് അവരെന്ത് തന്നെ ചെയ്താലും അതിനുദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മെഗാസ്റ്റാറിൻ്റെ മകൻ അവിടെ റാഫയില് ഒരു തീവ്രവാദിയായ സിൻവാറിന് വേണ്ടി വാദിക്കുന്നു. അവിടെ റാഫയെ ആ സമയത്ത് അദ്ദേഹത്തിന് രക്ഷിക്കാനായിട്ടുള്ള നീക്കുപോക്കുകൾ ദുൽഖുർ സൽമാൻ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ മറ്റൊരു സമുദായത്തോട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ CPM മാർക്സിസ്റ്റ് പാർട്ടി
ഈഴവന്റെ പാർട്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈഴവനെ ചവിറ്റുകുട്ടയിലിടുന്ന, ഈഴവന്റെ താല്പര്യങ്ങൾ ഒട്ടും തന്നെ രക്ഷിക്കാത്ത പാർട്ടിയായി മാറി എന്ന് പാർട്ടിയിൽ തന്നെ വിമർശനം ഉയരുകയാണ്. അത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദന് ഈ വടക്കു നിന്നുള്ള ഒരു സമുദായത്തോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിണറായി വിജയൻ ഈ സമുദായത്തെ പ്രീണിപ്പിച്ചു കൊണ്ട് നടന്നു എന്നതിന്റെ പേരിൽ വളരെയധികം വിമർശനം ഏൽക്കുകയും ചെയ്തു. വീണ്ടും ഇപ്പോൾ വരുന്ന പാർട്ടിയിൽ നിന്നും വരുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ ഈ മെഗാസ്റ്റാർ കൈരളി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും എന്ന് തന്നെയാണ്. അതുമല്ലെങ്കിൽ പണ്ടൊരു കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ബ്രിട്ടാസിന്റെ അടുത്ത് എറിഞ്ഞു കളഞ്ഞ പോലെ ഇവരെ രണ്ടുപേരെയും ഈ സ്ഥാനത്തിൽ നിന്നും എടുത്ത് എറിഞ്ഞു കളയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം ഒരു പ്രത്യേക സമുദായത്തോടുള്ള പ്രീണനവുമായി ഇവർ രണ്ടുപേരും വളരെയധികം മുന്നോട്ട് പോവുകയും എന്നാൽ മറ്റു സമുദായങ്ങളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വഖഫ് പോലെയോ മുനമ്പത്തും ചെറായിലും അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യം തിരിച്ചു വരുന്ന കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും അവരുടെ ആധാരങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്രയവിക്രയങ്ങൾ അവർ പണം കൊടുത്ത് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ട് കൈരളി ചാനൽ ഏറ്റെടുക്കുന്നില്ല? അത് എത്രമാത്രം ശോചനീയമായ അവസ്ഥയാണ് കൈരളി ചാനലിനെ പറ്റി നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ മമ്മൂട്ടിയും ബ്രിട്ടാസും കൈരളി ചാനലിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ്. അതുമല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഇത്രയും ഒരു ക്രൂഷ്യലായ സമയത്ത് അവതാളത്തിലാകും എന്നാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. മുമ്പൊക്കെ പാർട്ടിയിലുള്ള അണികളെയെല്ലാം ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും നിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടം മാറുകയും ഇന്ന് മറ്റു സമുദായത്തിലുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ പാർട്ടി സഖാക്കൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യം നമ്മുടെ കൈരളി ചാനലിൽ പറഞ്ഞുകൂടാ എന്നാണ് മറ്റു സമുദായങ്ങളിൽപ്പെട്ടവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു അങ്കലാപ്പിലായ സ്ഥിതിയിൽ ഇ പി ജയരാജനെയുള്ള പോലെയുള്ള വ്യക്തികൾ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളതും അദ്ദേഹം ഒരു പുസ്തകം എഴുതി വ്യക്തമായി രാഷ്ട്രീയമായിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് DC ബുക്സ് അത് പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പി ജയരാജൻ തന്നെ ചോർത്തി കൊടുത്തതാണെന്നും മുമ്പ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അദ്ദേഹം BJP പോകാനായിട്ട് വ്യക്തമായ കുപ്പായം തയ്പ്പിച്ചിരിക്കുകയാണെന്നും എല്ലാവർക്കും അറിയാം. കാരണം ആരാണെന്ന് BJPയിൽ ആദ്യം എത്തുന്നത് എന്നാണ്, അവർക്കാണ് റാങ്ക് കൂടുതൽ. അവസാനം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റാങ്കുകളൊന്നും കിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ കൈരളി ചാനലിന്റെ സ്ഥിതി അവതാളത്തിലാകുമോ, അതോ മെഗാസ്റ്റാർ ഫാഷൻ ഷോ ആയിട്ട് നടക്കുമോ, മെഗാസ്റ്റാറിന്റെ മകൻ ഇനിയും തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുമോ, അതോടൊപ്പം മുനമ്പത്തും ചെറായിലും വരാൻ പറ്റാത്ത സ്ഥിതി അദ്ദേഹത്തിന് എന്താണെന്നുള്ളതൊക്കെയാണ് പാർട്ടിയിലും അതോടൊപ്പം കേരള ജനസമൂഹവും നോക്കിക്കാണുന്നത്.